വേറൊരാൾ കാശ് ചിലവാക്കുന്നതിന് ഞാനൊരു പ്രഖ്യാപനം നടത്തിയാൽ അങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതും പരസ്പരം ഒരു ആലോചനയില്ലാതെ, ധാരണയില്ലാതെ, ഒരു സംഗതിയുമില്ലാതെ. ഞാൻ പറയുകയാണ്, എല്ലാ 70 കഴിഞ്ഞവർക്കും 10 ലക്ഷം രൂപ വരെ ചികിത്സ, അതങ്ങ് പ്രഖ്യാപിക്കുന്നു ഞാൻ. എന്നിട്ട് പറയുകയാണ്, ആ ചെലവിൻ്റെ 60% നിങ്ങൾ വഹിച്ചോണം. പ്രഖ്യാപിക്കുന്നത് ഞാൻ, കയ്യടി വാങ്ങുന്നത് ഞാൻ, പക്ഷേ ചിലവാക്കേണ്ടത് നിങ്ങളും. എന്തിനെക്കുറിച്ചാണെന്നല്ലേ? 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള സൗജന്യ ചികിത്സയുടെ ചിലവിൻ്റെ 60% സംസ്ഥാന സർക്കാർ വഹിക്കണം. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ വളരെ ബൃഹത്തായ ഒരു പദ്ധതി എന്ന പേരിൽ ഒരു സംഗതി പ്രഖ്യാപിച്ചത്. ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതിயின் കീഴിൽ 70 വയസ്സ് കഴിഞ്ഞ എല്ലാ പ്രായമായവർക്കും എന്ന് പറയുമ്പോൾ അതിൽ അവരുടെ സാമ്പത്തിക നിലയോ മറ്റൊന്നും നോക്കാതെ റിട്ടയറായ ആളുകളുണ്ട്, അല്ലെങ്കിൽ അത്തരം ആളുകളുണ്ട്, അവർക്കെല്ലാവർക്കും 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമാണ് എന്ന തരത്തിലാണ് ആ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 197 ലിസ്റ്റ് ചെയ്ത ആശുപത്രികളിലും 4 മെഡിക്കൽ കോളേജുകളിലും, കേന്ദ്ര മെഡിക്കൽ കോളേജുകളിലോ മറ്റും അടക്കമുള്ളവയിൽ ഇതിൻ്റെ സേവനം കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പ്രീമിയം തുക അടയ്ക്കുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിരുന്നു. ഇത് പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി വളരെ വികാരനിർഭരനായി ഈ രാജ്യത്തെ ഇത്ര കോടി പ്രായമായവർക്ക് ഗുണകരമാകുന്ന ഒരു സംഗതിയാണ് എന്ന തരത്തിലൊക്കെയാണ് പ്രഖ്യാപിച്ചത്. ശരിയുമാണ്. നമ്മുടെ ചികിത്സാ ചെലവിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു 60 വയസ്സ് വരെ മൊത്തമായ ചികിത്സയുടെ ചെലവ് ചിലപ്പോൾ 60 മുതൽ 3, 4, 5 വർഷത്തിനിടയിലാകും. 70 കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 70 വയസ്സ് വരെ ആയ ചിലവ് മുഴുവൻ ഒറ്റ വർഷം കൊണ്ടായിത്തീരും. സ്വാഭാവികം. കാരണം നമ്മൾ വാഹനം പോലെ പ്രായമാവും തോറും രോഗങ്ങളും അതിൻ്റെ സാധ്യതയുമൊക്കെ വർദ്ധിക്കും. പ്രത്യേകിച്ച് വൃദ്ധരായ ആളുകൾ, ഒരുപാട് വേദനിക്കുന്നവരുടെ നാട്ടിൽ അതൊരു ആശ്വാസകരവുമാണ്. പക്ഷേ അതിൻ്റെ രസം അതല്ല. കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന രീതിയിലാണ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ പ്രചാരകരായി ഒത്തിരി ആളുകൾ രംഗത്തിറങ്ങുകയും ഇത് വാങ്ങിക്കൊടുക്കാൻ വലിയ ബഹളമൊക്കെ നടത്തും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് അതിൻ്റെ 60% ചിലവും വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, 40% മാത്രമേ കേന്ദ്രം വഹിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും കൂടി ആലോചിച്ചൊരു സംയുക്ത പദ്ധതിയായി പ്രഖ്യാപിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ ഞങ്ങളുടെ പദ്ധതി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ കാശടയ്ക്കണം എന്ന് പറയുന്നത് എന്തൊരു മര്യാദയാണ്? പ്രത്യേകിച്ച് ഈ കേന്ദ്രീകൃത സാമ്പത്തിക നയമൊക്കെ കൊണ്ടുവന്ന് GST അടക്കമുള്ളവയെല്ലാം അവിടെ വാങ്ങിച്ച ശേഷം പാപ്പരായി നിൽക്കുന്ന സംസ്ഥാനങ്ങളോട് 60% നിങ്ങൾ അടയ്ക്കൂ, പദ്ധതി ഞങ്ങളുടേതാണ് എന്ന് പറയുന്നത് ഒരു അനൗചിത്യമാണ്. ഏതായാലും പദ്ധതി ഗുണകരമാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ നാടകമാണ്.